Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kochi. ലാസ്റ്റ് കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നത് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻസും കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷനെ പറ്റിയാണ് അല്ലേ. ഇന്ന് നമ്മൾ അവയെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് സാധാരണ ചോദിക്കാറുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് എഫ് ഇൻവേഴ്സ്, ഫൈൻഡ് ജി കോമ്പോസിറ്റ് ഓഫ് ദ ഹോൾ ഇൻവേഴ്സ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു ലെക്ചർ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് പ്രോബ്ലം. The first problem is let f from R to R. F എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്നും റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്ക് ഉള്ളതാണ്. And it is defined such that f of x is equal to 2x minus 1 divided by 3. We have to find f inverse. So, solution. F is a function from R to R such that f of x is equal to 2x minus 1 by 3. We have to find f inverse. F inverse is കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് let ഈ f of x നമ്മൾ സാധാരണ f of x is equal to f is a function from x to y ആണെങ്കിൽ we put f of x is equal to y, right? അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ അതേ സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. put f of x is equal to y. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? y is equal to f of x ന് സ്ഥാനത്ത് നമുക്ക് y കൊടുക്കാം. y is equal to 2x minus 1 by 3, റൈറ്റ്? അങ്ങനെയെങ്കിൽ y is equal to 2x minus 1 by 3. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? x equal to എന്ന ഫോമിലേക്ക് ഈ ഇക്വേഷനെ മാറ്റിയെടുക്കണം. അപ്പോൾ 3 ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, which implies 3y is equal to 2x minus 1. x ഈക്വൽ ടു നല്ല വരേണ്ടത് ഇവിടെ 2x മൈനസ് 1 എന്നാണ് കിടക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. നമുക്ക് ഈ 2നെ ഇവിടെ നിന്ന് മാറ്റണം, മൈനസ് 1നെ മാറ്റണം. മൈനസ് 1നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ബിക്കം 3y പ്ലസ് 1 ഈക്വൽ ടു 2x. നൗ 2 ഇൻറ്റു എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ 2നെ കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ദിസ് ഇംപ്ലൈസ് 3y പ്ലസ് 1. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നവർക്ക് എന്ത് ഈ പ്രസൻറ്റ് വരുമ്പോൾ ഡിവൈഡ് 3y പ്ലസ് 1 by 2 ഈക്വൽ ടു എക്സ്. അതിൻ്റെ അർത്ഥം എന്താ? which implies x ഈക്വൽ ടു 3y പ്ലസ് 1 by 2. അതായത് f of x is equal to അഥവാ y is equal to 2x minus 1 by 3 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്തു? x ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്കാക്കി മാറ്റി എഴുതി. ദാറ്റ് ഈസ് x ഈക്വൽ ടു 3y പ്ലസ് 1 by 2 എന്ന് എഴുതി. ആൻഡ് നമ്മൾ ഇവിടെ എന്താ കൊടുത്തത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നാണ് കൊടുത്തത് അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എന്തെഴുതാം? വിച്ച് ഇംപ്ലൈസ് എഫ് ഇൻവേഴ്സ് ഓഫ്, അല്ലെങ്കിൽ തിരിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ദെർഫോർ ഇവിടെ നമ്മൾ എക്സിനെ മാത്രം എഴുതുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് എഴുതാം അല്ലേ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. വിച്ച് ഇംപ്ലൈസ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? f inverse of y is equal to 3y plus 1 by 2. So f inverse നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് എന്തിൻ്റെ ടേംസിലാണെന്നേ ഉള്ളൂ? y എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ടേമിലായിട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും y ആണ്, റൈറ്റ് ഹാൻഡ് സൈഡും y ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് എക്സ് തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ വൈയുടെ സ്ഥാനത്ത് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് f inverse of x is equal to 3x plus 1 by 2. സോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x മൈനസ് 1 by 3 എന്നൊരു ഫംഗ്ഷൻ തന്നു. അതിൻ്റെ എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? തന്നിട്ടുള്ള ഫംഗ്ഷനെ എടുത്തെഴുതി. അതിനുശേഷം എഫ് ഓഫ് എക്സിൻ്റെ പൊസിഷൻ നമ്മൾ y കൊടുക്കുന്നു. y ഈസ് ഈക്വൽ ടു 2x മൈനസ് 1 by 3 എന്ന് കിട്ടി. ഇവിടെ y ഈക്വൽ ടു എന്ന് പറഞ്ഞു കിടക്കുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറ്റി? സ്റ്റെപ്സ് സിംപ്ലിഫൈ ചെയ്ത് എക്സ് ഈക്വൽ ടു എന്ന ഫോമിലേക്കാക്കി മാറ്റി. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 3y പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. Now f of x is equal to y ആണെങ്കിൽ x is equal to എന്തായിരിക്കും? f inverse of y ആയിരിക്കും. Therefore x-ന്റെ സ്ഥാനത്ത് f inverse of y കൊടുക്കുക. Therefore f inverse of y is equal to 3y plus 1 whole divided by 2. ഇവിടെ y-യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുമ്പോൾ x കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ f inverse of x is equal to 3x plus 1 by 2 എന്ന് നമുക്ക് കിട്ടും. സോ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ എടുത്തെഴുതുക.
അതിനുശേഷം എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് വൈ എന്ന് കൊടുക്കുക. എന്നിട്ട് y ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എക്സ് ഈക്വൽ ടു എന്ന് ഫോമിലാക്കുക. അതിനുശേഷം എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് കൊടുക്കുക. നൗ ഈ വൈ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക, എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. സോ ഇത്രയും സ്റ്റെപ്സ്, ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് എല്ലാ ക്വസ്റ്റിനകത്ത്. ഇത് ഞാൻ ഒരു എക്സാമ്പിളിൻ്റെ കാണിച്ചതേ ഉള്ളൂ. ഏതൊരു എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലത്തിനും ഇത്രയും പ്രൊസീജിയേഴ്സ് തന്നെയാണ് വരുന്നത്. ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ എടുത്തെഴുതണം. അതിനുശേഷം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക. ആ വൈ ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷനെ എക്സ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതിക്കൊണ്ട് വരിക. അതിനുശേഷം തിരിച്ച് എക്സിന് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് കൊടുക്കുക. ആ വൈയുടെ സ്ഥാനത്ത് എക്സ് കൊടുക്കുക. ഇങ്ങനെ 5 സ്റ്റെപ്സ് അടങ്ങുന്നതാണ് എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള എല്ലാ പ്രോബ്ലംസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. വൈ ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷന് എക്സ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നിടത്ത് മാത്രം നമ്മൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ സ്റ്റെപ്സും സെയിം തന്നെയാണ് എല്ലാ പ്രോബ്ലത്തിനകത്തും വരുന്നത്. വേരിയേഷൻ വരുന്നത് ഈ വൈ ഈക്വൽ ടു ഫോമിൽ നിന്ന് എക്സ് ഈക്വൽ ടു ഫോമിലേക്ക് മാറ്റുന്ന ആ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ്. So that's about the first question, not to find f inverse. Now let's move on to the second question. Let f from R to R and g from R to R be such that f of x is equal to 2x plus 1 and g of y is equal to y by 3. We have to verify f composite g the whole inverse is equal to f inverse composite g inverse. ഇവിടെ 2 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻസിനകത്ത് ഈ കോമ്പോസിഷൻ്റെ ഇൻവേർട്ടിബിലിറ്റി എന്നൊരു തിയറം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നോട്ടായിട്ട് നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്കങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് ആ തിയറത്തിൻ്റെ വേരിഫിക്കേഷൻ സാധാരണ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ തിയറം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേരിഫൈ നോക്കാം. തന്നിട്ടുള്ള എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ആ തിയറത്തിൻ്റെ വേരിഫിക്കേഷൻ ഒന്ന് നടത്തി നോക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ള കാര്യങ്ങളെ എടുത്തെഴുതുക. സോ ലെറ്റ് f from R to R such that f of x is equal to 2x plus 1. Again, let g be from R to R such that g of y is equal to y by 3. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ജി കോമ്പോസിറ്റ് എഫ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് ജി ഇൻവേഴ്സിന് വെരിഫൈ ചെയ്യണം. സോ അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം, നമ്മൾ ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ജി കോമ്പോസിറ്റ് എഫ് എന്താണെന്ന് അറിയണം അല്ലേ. സോ ജി കോമ്പോസിറ്റ് എഫ് ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. ഇതായിരിക്കും, കാരണം എഫ് എന്ന് പറയുന്ന ആറിൽ നിന്ന് ആറിലേക്കാണ്, ജി എന്ന് പറയുന്നത് ആറിൽ നിന്ന് ആറിലേക്കാണ്. സോ f is a function from R to R and again g is also a function from R to R, and hence we can say that g composite f will also be a function from R to R such that എങ്ങനെയായിരിക്കും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, g composite f of x is equal to definition എന്താണ്, g of f of x which is equal to g of f of x is 2x plus 1 അല്ലേ. നൗ ജി ഓഫ് വൈ നമ്മുടെ കയ്യിലുണ്ട്, എന്താണ്, ഇറ്റ് ഈസ് y by 3. അങ്ങനെയെങ്കിൽ ജി ഓഫ് 2x plus 1 എന്തായിരിക്കും, ജി ഓഫ് വൈ എന്ന് പറയുന്നത് y by 3 ആണെങ്കിൽ ജി ഓഫ് വൈയുടെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കുന്നു, 2x plus 1 വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കൊടുക്കാം, വൈയുടെ സ്ഥാനത്ത് 2x plus 1 കൊടുക്കാം. therefore g of 2x plus 1 is 2x plus 1 the whole divided by 3. therefore it is equal to 3. So g of the composite f നമുക്ക് എന്തെന്ന് കിട്ടി, 2x plus 1 the whole divided by 3 എന്ന് കിട്ടി. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് വേണ്ടത്, g composite fന്റെ ഇൻവേഴ്സ് ആണ് വേണ്ടത് അല്ലേ. സോ g composite f നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ g composite f is equal to 2x plus 1 by 3 എന്നാണ് കിട്ടിയത്. എന്ത് വേണം, ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരണമെങ്കിൽ എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി, അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, തന്നിട്ടുള്ള ഫംഗ്ഷനെ എടുത്തെഴുതി ഇനി എന്ത് ചെയ്യുക, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എന്ത് ചെയ്യുക, പുട്ട് ദിസ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സം വൈ എന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ വൈ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൈ എന്ന് പറയുന്ന വേരിയബിൾ ഒന്നും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ അറൈസ് ചെയ്യും. സോ വി ക്യാൻ യൂസ് ദ വേരിയബിൾ ഇസ്. സോ പുട്ട് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് എടുക്കും.
അങ്ങനെയെങ്കിൽ z ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി 2x + 1/3 എന്ന് കിട്ടി അല്ലേ. സോ ഇതിനകത്ത് z ഈസ് ഈക്വൽ ടു എന്ന ഫോമിലെ മാറ്റി എങ്ങനെ കൊണ്ടുവരണം, x ഈക്വൽ ടു എന്ന ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 3z ഈസ് ഈക്വൽ ടു 2x + 1 and 3z - 1 is equal to 2x. Therefore 3z - 1/2 is equal to x എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ g composite f of x ആണ് 2x + 1/3 which implies ഇവിടെ g composite f of x നമ്മൾ എന്തായിട്ട് കൊടുത്തു, z എന്ന് കൊടുത്തില്ലേ. അങ്ങനെയെങ്കിൽ x is equal to നമുക്ക് എന്തെഴുതാം, g composite f inverse of z എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതായത് ഇതാണ് നമ്മൾ x ആയിട്ട് എടുത്തത്, സോറി z ആയിട്ട് എടുത്തത്. g composite f of ഓട്ടെ ആ സ്റ്റെപ്പിന് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് g composite f of x ആണ് 2x + 1/3. ദാറ്റ് ഈസ് ഈ g composite f of x ആണ് എന്തും z. അവിടെ നമുക്ക് എന്ത് എഴുതാൻ വെച്ച് ഇംപ്ലൈസ് x is equal to g composite f the whole inverse of z എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, g composite f inverse of z എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 3z - 1/2. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, g composite f the whole inverse എന്ന് പറയുന്നത് എന്താണ്, 3z - 1/2 ആണ്. അത് ഇൻ ടേംസ് ഓഫ് z ആയതുകൊണ്ട് അങ്ങനെ നടക്കുന്നത്. ഇൻ ടേംസ് ഓഫ് x ആകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകും. ചിലപ്പോൾ ഇത് g composite f inverse of z ആണ് നടക്കുന്നത്. അവിടെ നമുക്ക് g composite f inverse of x ആണ് വേണ്ടതെങ്കിൽ z-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, z കൊടുത്താൽ മതി, സോറി x കൊടുത്താൽ മതി. therefore 3x - 1/2 എന്ന് കിട്ടും. So left hand side, by using this f and g, we got left hand side g composite of the whole inverse as 3x - 1 the whole divided by 2 എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അവ തമ്മിലുള്ള കോമ്പോസിഷൻ കണ്ടുപിടിക്കുക. സോ എഫ് നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ. ദാറ്റ് ഈസ് f of x is equal to 2x + 1 നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്ത് വേണം, f ഇൻവേഴ്സ് വേണം അല്ലേ. അപ്പോൾ പഴയ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പുട്ട് ഇവിടെ നമുക്ക് എക്സും വൈയും ഇസഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വേരിയബിൾ അവിടെ കൊടുക്കുന്നു, r is equal to പുട്ട് f of x is equal to r. അങ്ങനെ സ്റ്റെപ്പിന് ഒരു വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞിട്ട് തന്നെ നമ്മൾ മാനിപ്പുലേഷൻ ചെയ്യുന്നിടത്ത് അത്തരം പോർഷൻ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം f of x പുതിയ പേര് കൊടുത്തു, r is equal to 2x + 1 എന്ന് എഴുതി എന്ത് ചെയ്യുക, r equal to എന്നുള്ള ഫോമിൽ നിന്ന് x equal to എന്ന ഫോമിലേക്ക് കൊണ്ടുവരിക. Therefore r - 1 is equal to 2x. Therefore r - 1/2 equal to എന്തെന്ന് കിട്ടി, x എന്ന് കിട്ടി. Therefore r - 1/2 ആണ് x. ഇവിടെ നമുക്ക് f of x is equal to r എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം, x is equal to f inverse of r എന്ന് എഴുതാം. സോ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു, f inverse of r കൊടുക്കുന്നു. Therefore f inverse of r is equal to r - 1/2. അങ്ങനെയെങ്കിൽ f inverse of x എന്തായിരിക്കും, x - 1/2. സോ ഈ g composite of the whole inverse ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് നമുക്ക് അവസാനം കൊണ്ടുവരുന്ന സ്റ്റെപ്പ് എഴുതാനുള്ള എളുപ്പത്തിന് കിട്ടും. സോ എഗെയിൻ f inverse of x എന്ത് കിട്ടി, x - 1/2 കിട്ടി. ഇനി എന്തും കൂടെ വേണം, g inverse കൂടെ വേണം. എന്നിട്ട് വേണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പോസിഷൻ എടുക്കാം. നൗ g of y എന്താണ്, g of y is equal to y/3 ആണ് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, g inverse കാൽക്കുലേറ്റ് ചെയ്യുന്നു. g of y is equal to ഒരു പുതിയ പേര് s എന്ന് കൊടുക്കുക. therefore y/3 equal to s അല്ലെങ്കിൽ s is equal to അങ്ങനെ s is equal to y/3. therefore s equal to എന്നുള്ള ഫോമിൽ എന്തിലേക്ക് മാറ്റണം, y equal to എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. അതായത് ഏത് വേരിയബിളാണ് ഈക്വൽ ടു വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്ന വേരിയബിൾ, അതല്ലാത്ത മറ്റേ വേരിയബിളിൻ്റെ ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷനെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ എസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലാണ് ഇക്വേഷൻ നടക്കുന്നത്. അപ്പോൾ എന്ത് ഫോമിലേക്ക് കൊണ്ടുവരണം, y ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആ ഇക്വേഷൻ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എസിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3s is equal to y എന്ന് കിട്ടും. ദാറ്റ് ഈസ് y equal to 3s എന്ന് കിട്ടും അല്ലേ. സോ ഇവിടെ g of y is equal to s ആയ സ്ഥിതിക്ക് വിച്ച് ഇംപ്ലൈസ് y equal to g inverse of s എന്ന് എഴുതാം അല്ലേ. സോ ഈ വൈയുടെ സ്ഥാനത്ത് എന്തെഴുതി, g inverse of s is equal to 3s. ദാറ്റ് ഈസ് g inverse of x ന് പകരം x കൊടുക്കുകയാണെങ്കിൽ g inverse of x is equal to
3x എന്ന് കിട്ടും. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് വേണ്ടത്? എഫ് ഇൻവേഴ്സ് കോമ്പസിറ്റ് ജി ഇൻവേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് നമ്മുടെ ഉണ്ട്, ജി ഇൻവേഴ്സ് നമ്മുടെ ഉണ്ട്. സോ ടേക്കിംഗ് കോമ്പസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പസിറ്റ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, രണ്ട് എക്സിൻ്റെ ടേമിലായതുകൊണ്ടാണ് എഫ് ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ജി ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും എന്തായാലും എടുത്ത് ഓഫ് എക്സ് ആയിട്ട് ഞാൻ എടുത്തത്. സോ എഫ് ഇൻവേഴ്സ് of G inverse of x by means of the definition of composition. It is equal to f inverse of G inverse of x is 3x. F inverse of 3x. It is equal to f inverse of x എന്താണ്? x minus 1 divided by 2 ആണ്. അങ്ങനെയാണെങ്കിൽ f inverse of 3x എന്തായിരിക്കും? ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3x കൊടുക്കുക. Therefore 3x minus 1 divided by 2. So this is f inverse composite G inverse of x. This is equation number 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എന്താ കിട്ടിയത്? G composite of the whole inverse of x equal to 3x minus 1 divided by 2 എന്ന് കിട്ടി. Also f inverse composite G inverse of x is equal to 3x minus 1 the whole divided by 2 എന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. So from 1 and 2 we can say that G composite of the whole inverse is equal to f inverse composite G inverse. സോ ഇത് നമ്മൾ രണ്ട് പ്രോബ്ലംസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്. എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 പ്രോബ്ലം, 4 പ്രോബ്ലങ്ങൾ ചെയ്തത് ആക്ച്വലി അല്ലേ. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് സെപ്പറേറ്റ് ചെയ്തു. കൂടാതെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ 3 എഫ് ഇൻവേഴ്സ് 3 ഇൻവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഒന്ന് ജി കോമ്പോസിറ്റ് ഓഫ് ദ ഹോൾ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, ജി ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ എഫ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 4 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. കൂടാതെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് നമ്മളിവിടെ ഇവിടെ ഒരെണ്ണം ചെയ്തു, 2 എണ്ണം അല്ലേ. ജി കോമ്പോസിറ്റ് എഫ് നമ്മൾ കണ്ടുപിടിച്ചു, എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് ജി ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ആ 2 ടൈപ്പ് പ്രോബ്ലംസ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തു. കൂടാതെ ഈ ഒരു തിയറത്തിൻ്റെ വെരിഫിക്കേഷൻ നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തു. സോ ഇന്ന് പഠിപ്പിച്ച ഈ 2 പ്രോബ്ലം പറയുമ്പോൾ 2 നമ്പറായിട്ട് പറയുമെങ്കിൽ കുറേ അധികം സെക്ഷൻസിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ 2 പ്രോബ്ലത്തിനകത്ത് വന്നിട്ടുണ്ട്. സോ ഈ 2 പ്രോബ്ലംസ് നിങ്ങൾ എഴുതിയെടുത്ത് ലെക്ചർ നോട്ടായിട്ട് കീപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.